സത്യത്തിൽ ഈ സാഗയും ഫ്രാഞ്ചൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഹീമാൻ പടത്തിനെ പറ്റി പറഞ്ഞപ്പോൾ സാഗ എന്ന് പറഞ്ഞ് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ കേട്ടിട്ടുണ്ടാവും സാഗ, ഫ്രാഞ്ചൈസ്. സത്യത്തിൽ ഈ സാഗയും ഫ്രാഞ്ചൈസും തമ്മിലുള്ള വ്യത്യാസം എന്താ? സാഗ എപ്പോഴും എപ്പിസോഡ്സ് പോലെ കണ്ടിന്യൂറ്റി ഉള്ളതായിരിക്കും. കുറച്ച് ക്യാരക്ടേഴ്സിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് തുടർച്ചയായിട്ട് കഥ പറഞ്ഞു പോകുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ദി ലോർഡ് ഓഫ് ദി റിങ്സ് ട്രിലോളജി, ഡൂണ്, ഹാരി പോട്ടർ. നമുക്കിപ്പോൾ മലയാളത്തിൽ പറയാനാണെങ്കിൽ ദൃശ്യവും ആടും ഒക്കെ ഇല്ലേ, അതൊക്കെ ആയിരിക്കും. അതേപോലെ തന്നെ സീക്വൽസ് ഉണ്ടെന്ന് കരുതി സാഗ ആവണമെന്നില്ല. 2ൽ കൂടുതൽ പടങ്ങളുള്ളപ്പോഴേക്കും നമ്മൾ മോസ്റ്റ് ഓഫ് ദി ടൈംസ് സാഗ എന്ന് വിളിക്കുന്നത്, തുടർച്ചയുള്ള കഥയ്ക്ക്. ഇനിയും ഫ്രാഞ്ചൈസ് എന്ന് പറയുമ്പോൾ അതിലെപ്പോഴും ഒരു യൂണിവേഴ്സ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവാം. ഇതിൽ വെബ് സീരീസ് കാണാം, സീക്വൽ കാണാം, പ്രീക്വൽ കാണാം, സ്പിൻ ഓഫ്സ് കാണാം. അതേപോലെ തന്നെ പല ഡിഫറെൻറ്റ് സ്റ്റോറി ലൈൻസ് വരുന്ന ഷോർട്സോ അങ്ങനെ എന്ത് വേണേലും കാണാം. ഇതിൽ ഈ സാഗ എന്ന് പറഞ്ഞില്ലേ, ഇതുകൂട്ട് കുറേ സാഗകൾ ഇതിൻ്റെ അണ്ടറിൽ കാണാം. ഇപ്പോൾ ഫ്രാഞ്ചൈസിന് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമുക്കറിയാവുന്ന സ്റ്റാർ വാർസ്, MCU, DCU, അതുകൂട്ട് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ്. നമ്മുടെ ഇവിടെ പറയാനാണെങ്കിൽ ബേസിൽ യൂണിവേഴ്സ് എന്ന് പറയുന്നു, ലോകേഷ് യൂണിവേഴ്സ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ YRF സ്പൈ യൂണിവേഴ്സ് ഹിന്ദിയിൽ. ഇതൊന്ന് ഡിഫൈൻ ചെയ്ത് പറയാനാണെങ്കിൽ എവരി സാഗ ഈസ് എ ഫ്രാഞ്ചൈസ് സ്റ്റോറി, ബട്ട് എ ഫ്രാഞ്ചൈസ് ക്യാൻ കണ്ടെയ്ൻ മൾട്ടിപ്പിൾ സാഗാസ്. ഇപ്പോൾ ഇതിന് കറക്റ്റ് ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മുടെ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് MCU ഒരു ഫ്രാഞ്ചൈസ് ആണ്. അതേസമയം ഇതിൽ പല സാഗകളുണ്ട്. ഇപ്പം ദി ഇൻഫിനിറ്റി സാഗ, അല്ലെങ്കിൽ ദി മൾട്ടിവേഴ്സ് സാഗ, അങ്ങനെ ഈ ഫ്രാഞ്ചൈസിൻ്റെ അണ്ടറിൽ കുറേ സാഗാസ് ഉണ്ട്. അതാണ് കറക്റ്റ് ഒരു എക്സാമ്പിൾ. ഇത് ശകലം കോംപ്ലക്സ് ആണ്. ഇത് പലർക്കും അറിയാം. അറിയാത്തവർക്ക് ഏറെക്കുറെയെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു.